അനിൽ കുംബ്ലെ ഉള്ളത് കൊണ്ടാണ് കെ എൻ അനന്തപത്മനാഭന് ടീമിൽ ഇടം കിട്ടാതെ പോയത്. ഇപ്പോഴും അത് പറയുന്നുണ്ട് ആളുകൾ. അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള പുതിയ വാതിലുകൾ തുറന്നിട്ടാണ് KCL 2ാം സീസൺ പൂർത്തിയായത്. KCLന്റെ ഭാഗമായി ഒരു പിടി പുതിയ താരങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു. നമ്മളത് കണ്ടു. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ കെ എൻ അനന്തപത്മനാഭൻ, കേരളത്തിന്റെ ക്രിക്കറ്റ് ഇതിഹാസം, അന്താരാഷ്ട്ര അമ്പയർ, നമുക്കൊപ്പം ചേരുകയാണ്. സാർ പിടിച്ചോളൂ. KCL നമ്മള് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഈ സീസണിലേക്ക് എത്തുമ്പോൾ ഒരുപിടി മാറ്റങ്ങൾ, പുതിയ താരങ്ങൾ, നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയൊരു വിജയമാണ്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം സഞ്ജു കളിച്ചില്ല. സഞ്ജു ഒരു ഇന്ത്യയിൽ തന്നെ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അല്ല അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഒരു ഐക്കൺ പ്ലെയറാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജുവിന് എന്ത് ബ്രാൻഡ് വാല്യൂ ആണ് ഉള്ളത്. സഞ്ജുവിനെ പോലെ ഉള്ളൊരു പ്ലെയർ കളിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന പ്ലെയേഴ്സിനും ബാക്കിയുള്ള പ്ലെയേഴ്സിനും എഗെയിൻസ്റ്റ് കളിക്കുമ്പോഴും അവർക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം അതൊരു വലിയൊരു നേട്ടമായിരുന്നു. കഴിഞ്ഞ കൊല്ലം സഞ്ജുവിന് വേറെ എന്തോ ഒരു പേഴ്സണൽ കാര്യത്തിന് വരാൻ പറ്റിയില്ല. സോ ഈ കൊല്ലത്തിൽ ഞാൻ നോക്കുന്നത് വലിയ സഞ്ജു ഇപ്പോൾ 10 ദിവസം ഉണ്ടെങ്കിലും ആ 10 ദിവസം വാല്യൂ അഡീഷനാണ്. സോ അത് തീർച്ചയായിട്ടും KCLന്റെ വാല്യൂവും കൂട്ടി. അതേപോലെ ബാക്കിയുള്ള പ്ലെയേഴ്സും അവരുടെ നിലവാരം ഒന്നും കൂടെ ഒരു ലെവലും കൂടെ ഇത് ലിഫ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടൂർണമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ബോളിൽ ഫിനിഷ് ചെയ്ത മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ഒരുപാടുണ്ടായിരുന്നു. ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഇനി വരുന്ന കാലത്ത് മീൻസ് കൊല്ലങ്ങളിൽ ഇതേപോലെ ഒരുപാട് മാച്ചുകൾ വരുമ്പം നമുക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. IPLന്റെ കുറേ സ്കൗട്ട്സ് ഇതിൽ വന്ന് നോക്കുന്നുണ്ട്, ഈ കളി നോക്കുന്നുണ്ട്, ലൈവ് പോകുന്നുണ്ട്, സ്റ്റാറിൽ പോകുന്നുണ്ട്. നമ്മൾ ഈ കൊല്ലം അമ്പയറിംഗിന്റെ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ DRS കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു, ഈ കൊല്ലം DRS കൊണ്ടുവന്നു. സോ അമ്പയർമാർക്കും ഒരുപാട് നേട്ടം ഉണ്ടായി. സോ അവർക്ക് ഇതിൽ പൊരുത്തപ്പെടാനുള്ള, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു DRS മാച്ച് ചെയ്യാൻ കിട്ടുന്നത്. ഇവർക്ക് ഇതുവരെ ചെയ്യാൻ മീൻസ് തുടക്കത്തിൽ തന്നെ ഇവർക്കത് ചെയ്യാൻ ലഭിക്കുകയാണ്. സോ അങ്ങനത്തെ പല ആൾക്കാർക്ക് പല ടൈപ്പിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഒട്ടനവധി അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലെ എന്താ പറയാ ഏറ്റവും മുൻപന്തിയിലുള്ള താരങ്ങളുടെ കളി വിലയിരുത്തിയിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറി നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വീണ്ടും വരുമ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങളോട് കിടപിടിക്കുന്ന മത്സരങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് താരങ്ങൾ. അതെ, മീൻസ് എല്ലാ ഇതിലും മത്സരങ്ങളിലും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, ആ ബോളിന്റെ പ്രഷർ, വരുന്ന ഡിസിഷന്റെ ടഫ്നെസ്, അത് എല്ലാ സ്ഥലത്തിലും ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കാണികളിനെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം ടെൻഷൻ കൂടാനോ കുറയാനോ, പക്ഷേ ഡിസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയ കുറേ ഡിസിഷൻസ്, ടഫായിട്ടുള്ള ഡിസിഷൻസ് എനിക്ക് കിട്ടി. അത് ചിലപ്പം അന്താരാഷ്ട്ര മാച്ചിൽ കിട്ടത്തില്ല. അവിടെ എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിൽ പോകാൻ പറ്റും. ഇവിടെ ചിലപ്പോൾ ഒരു 2-3 തെറ്റ് വരുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും ഞാൻ ലൈറ്റായിട്ട് എടുക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. മീൻസ് നമുക്ക് വരുന്ന ഡിസിഷൻസ്, മാർജിനലായിട്ട് വരുന്ന ഡിസിഷൻസ് തെറ്റും കറക്റ്റ് ആവുകയും ചെയ്യും. സോ അതിനാണ് ഈ DRS വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ഡിസിഷൻസ് ഒരിക്കലും ഈ മാച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. സോ ഈ ടൂർണമെന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്പയറിംഗിന്റെ ഇതിൽ അങ്ങനെ ഡിസിഷൻസ് എനിക്ക് അങ്ങനെ മേ ബി 1%, 2% ഡിസിഷൻസ് അല്ലാണ്ട് മെജോറിറ്റി 98% ഡിസിഷൻസ് ടീമിന് ബാധിച്ചിട്ടില്ല. സോ അത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ കഴിഞ്ഞൊരു 3 മാസമായിട്ട് IPL കഴിഞ്ഞിട്ട് എനിക്ക് അമ്പയറിംഗിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ മഴ തുടങ്ങി, ജൂൺ ജൂലൈ നമ്മുടെ ഓഫ് സീസണാണ്, BCCIലും ഓഗസ്റ്റിലും കളി. ഇപ്പം ഇതിലാണ് എനിക്ക് അവസരം കിട്ടിയത്. സോ ഇനിയിപ്പോൾ ഞാൻ നാളെ ദുലീപ് ട്രോഫിക്ക് പോവാണ്. സോ അതിന് ഫൈനലിൽ പോവാണ്. പിന്നെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് മാച്ചിന് 4th അമ്പയറായിട്ട് പോവാണ്. സോ അതിനൊരു മുന്നോടിയായിട്ട് എനിക്കൊരു പ്രിപ്പറേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. അതെ. DRSനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. DRS നമ്മളെ തീരുമാനങ്ങൾ തിരുത്തുന്ന ഒരാൾ എന്നുള്ള വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാണുന്നു. പക്ഷെ അതിനപ്പുറത്ത് അമ്പയറിംഗിൽ ഏറ്റവും കൂടുതൽ സഹായിയായിട്ട് നിൽക്കുന്ന DRS ആണ്. അതെ, നമുക്ക് നമ്മുടെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഒരു തെറ്റ് വന്നിട്ട് മാച്ചിന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നത് നമുക്ക് ഒരിക്കലും താല്പര്യമില്ല. നമ്മൾ ക്രിക്കറ്റ് കളിച്ച ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളൊരു തെറ്റ് ചെയ്തു അവിടെ തിരുത്താനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ആൻഡ് ടീമിനെ അത് ബാധിക്കുന്നില്ല. സോ അത് പാർട്ട് ഓഫ് ഒരു എന്താ പറയുക ക്രിക്കറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പം നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് തെറ്റ് പറ്റും. അതിന്റെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് വേറെ ആരെയും ബാധിക്കുന്നില്ല, ടീമിന്റെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല. അങ്ങനെ വരുന്നതിലാണ് എനിക്കെപ്പോഴും താല്പര്യം. അത് തന്നെയാണ് സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു പക്ഷേ ഒരു ടൈം ഡൗട്ടിന് കൂടി നമ്മൾ ഇവിടെ സാക്ഷിയായി. അതെ, അത് പുതിയൊരു അനുഭവമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ തവണയാണ് അങ്ങനെ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടീംസിന്റെ അടുത്ത് പലപ്പോഴും പറയുന്നുണ്ട്, റൂൾസ് പറയുന്നുണ്ട്, ഈ 60 മിനിറ്റിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇവര് അത് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷെ ഇത് നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്ലെയേഴ്സ് മുകളിലേക്കുള്ള ലെവല് പോകുമ്പം നമ്മൾ ഇത്
അവരെ കൊണ്ട് ആ അനുഭവം അവരെ ഷെയർ ചെയ്തിട്ടില്ല, നമ്മളത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിത് വെച്ചിട്ട് കാര്യമില്ല. ഈ ടൂർണമെന്റ് ഇത്രയും വലിയ ടൂർണമെന്റ് ചെയ്യുമ്പം ഈ 60 സെക്കൻഡ് നമ്മൾ ഈ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മത്സരങ്ങളുണ്ട്, IPL മത്സരങ്ങളുണ്ട്. നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സ് എല്ലാം അടുത്ത IPL കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് KCL ഇങ്ങനെ നടത്തുന്നത്. സോ അത് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഒരു പുതിയൊരു ബാറ്റ്സ്മാൻ ഔട്ടായിട്ട് പുതിയ ബാറ്റ്സ്മാൻ 90 സെക്കൻഡിന്റെ ഇടയിൽ അയാൾ അടുത്ത ബോൾ ഫേസ് ചെയ്തിരിക്കണം. അപ്പം അത് വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് കൊടുക്കപ്പെടും. അപ്പൊ കഴിഞ്ഞ മാച്ചിൽ അത് ഉണ്ടായി. റോഹൻ കുന്നുമേൽ അപ്പീൽ ചെയ്തു, ക്യാപ്റ്റൻ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള 90 സെക്കൻഡ് ആയോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പറ്റൂ. അപ്പൊ തേർഡ് അമ്പയർ പറഞ്ഞു 2 മിനിറ്റ് കഴിഞ്ഞു. അയാൾ അകത്ത് കയറാൻ തന്നെ 1 മിനിറ്റ് എടുത്തിരുന്നു. അത് കഴിഞ്ഞും നടന്നു വരുന്നതിന്റെ ഒരു വളരെ താമസം എന്ന് പറഞ്ഞാൽ ബോളിംഗ് ടീമിനെ കുറ്റം പറയാനല്ല പറ്റില്ല. എന്നാൽ അവർക്ക് ഈ ലേറ്റായി കഴിഞ്ഞാൽ അവർക്ക് ഇൻഫീൽഡ് പെനാൽറ്റി ഉണ്ട്. അപ്പൊ അവർ ഒരു ഫീൽഡർ അകത്ത് കൊണ്ടുവരണം. അപ്പൊ പ്ലെയറുടെ ബാറ്റ്സ്മാന്റെ ചുമതലയാണ് അകത്ത് വന്ന് കയറി 90 സെക്കൻഡിൽ ബാറ്റ് ചെയ്യണമെന്നുള്ള. ക്യാപ്റ്റന് പൂർണ്ണ അവകാശമുണ്ട് ടൈം ഔട്ട് അപ്പീൽ ചെയ്യാൻ. ഓക്കെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങള് എപ്പോഴാണ് ശ്രീ കെ അനന്തപത്മനാഭൻ ഇന്ത്യൻ ടീമിന്റെ കുപ്പായത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ആകാംക്ഷയോടെ കാത്തിരുന്ന വലിയ കൗമാരങ്ങളുള്ള ആളുകളാണ് ഞങ്ങള്. ഒരുപാട് തവണ അങ്ങും സ്വപ്നം കണ്ടിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ ഓൾമോസ്റ്റ് ഒരു ആദ്യത്തെ ഒരു 10 കൊല്ലം 11 കൊല്ലം വരെ, എൻ്റെ ഒരു 30-31 വയസ്സ് വരെ ഇന്ത്യൻ ടീമിൽ കിട്ടും എന്നുള്ളൊരു സ്വപ്നം തന്നെ ആയിരുന്നു. എൻ്റെ ഒരു 31-32 വയസ്സായപ്പോഴാണ് പ്രായമായി ഇനിയിപ്പം ചാൻസ് കുറവാണെന്നുള്ള തോന്നി തുടങ്ങിയ. സോ ഇപ്പം ഞാൻ എൻ്റെ 28ാമത് 29ാമത് വയസ്സാണ് ഞാൻ പാകിസ്ഥാനായിട്ട് 5 വിക്കറ്റ് എടുക്കുന്നത്. അപ്പോഴും ഒരു കിട്ടാൻ ഒരു സാധ്യത ഉണ്ടോ എന്നൊക്കെ ബോർഡ് പ്രസിഡൻസ് 11 കൊച്ചിയിൽ വെച്ച് എടുത്തിരുന്നത്. അതിന്റെ മുമ്പിൽ ഒരു കൊല്ലം മുമ്പിൽ ഓസ്ട്രേലിയയായിട്ട് 3 വിക്കറ്റ് കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കൊല്ലം മുമ്പിൽ നമ്മളെ ചാലഞ്ചർ ട്രോഫിയിൽ ഇന്ത്യ സീനിയർ ടീമിനെതിരെ 5 വിക്കറ്റ് കിട്ടിയിരുന്നു. സോ അടുപ്പിച്ചൊരു 2-3 കൊല്ലം കിട്ടുന്ന മാച്ചുകളിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. രഞ്ജി ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറിയും 150 ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ചാൻസ്, നമ്മളെല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കും തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലും നമുക്കൊരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പേരുടെ മുമ്പിൽ കളിക്കാനുള്ള ഒരു അവസരം, ഇന്ത്യ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന പറഞ്ഞ ഏതൊരു ക്രിക്കറ്ററിന്റെയും ഒരു സ്വപ്നമാണ്. അത് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, അനിൽ കുംബ്ലെ ഉള്ളത് കൊണ്ടാണ് കെ അനന്തപത്മനാഭന് ടീമിൽ ഇടം കിട്ടാതെ പോയത്. ഇപ്പോഴും അത് പറയുന്നുണ്ട് ആളുകൾ. അങ്ങനെയൊരു ഉണ്ടായിരുന്നു ശരിക്കും. അല്ല, എനിക്ക് എന്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് ഏറ്റവും ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. കാരണം 1000 വിക്കറ്റ് എടുത്ത ഒരു ബോളറിന്റെ ഒപ്പം ഞാൻ 1 വിക്കറ്റ് പോലും എടുത്തിട്ടില്ല. ഇന്റർനാഷണൽ ലെവലിൽ ഞാൻ 1 വിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു 1000 വിക്കറ്റ് എടുത്ത ഒരു ബോളറിന്റെ കൂടെ എന്റെ പേര് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിൽ ക്രെഡിറ്റ് ഇല്ല. സോ എനിക്കും കുംബ്ലെക്കും തമ്മിൽ 10 മാസത്തിന്റെ വ്യത്യാസമുള്ളൂ. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു 70 ഒക്ടോബറാണ്, ഞാൻ സെപ്റ്റംബർ 69. സോ ഒരു കൊല്ലത്തിന്റെ ഡിഫറൻസ് എനിക്കും അനിൽ കുംബ്ലെക്കും തമ്മിലുള്ളൂ. നമ്മുടെ കാരിയർ ഒരേ സമയത്താണ് തുടങ്ങിയത്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലെയറിൽ ഒരാളാണ് അനിൽ കുംബ്ലെ എന്ന് പറഞ്ഞാൽ അതിന് ഒരു സംശയമില്ല. 600 വിക്കറ്റ്. കാരണം അതിപ്പോ അശ്വിന് ട്രൈ ചെയ്തു പറ്റിയില്ല. കാരണം പല ആൾക്കാർക്കും ഒരു 100 വിക്കറ്റോ അതെടുക്കാൻ 100 തന്നെ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. 600 എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നത്തിന്റെ അങ്ങോട്ട് മുകളിലേക്കുള്ള ഒരു പെർഫോമറാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന്. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ആ ടൈമിൽ എത്ര ബാറ്റിംഗിൽ ഇന്ത്യൻ ടീമിനെ ജയിപ്പിച്ചിട്ടുണ്ടോ അത്രയും ബോളിംഗിൽ നമ്മുടെ ടീമിൽ ഒരു മാച്ച് വിന്നറാണ്. അപ്പൊ അയാളുടെ ഒപ്പം എന്റെ പേരെടുക്കുന്ന തന്നെ ഞാനൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞങ്ങൾ വലിയ നിരാശയിലുണ്ട് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ അത് പറയും. കാരണം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് മത്സരങ്ങൾ ഞാൻ താങ്കളുടെ ബോളിംഗ് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. കോഴിക്കോട് REC ഗ്രൗണ്ടിൽ മുഹമ്മദ് അസറുദ്ദീനെതിരെ ബോൾ ഇങ്ങനെ എടുത്ത് കയ്യിലൊന്ന് ചുഴറ്റി വരുന്ന ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. സുനിൽ വയസ്സ്, സൊറാബ്, ഉമ്രി, ശ്രീകുമാരൻ നായർ തുടങ്ങി ഒരു വലിയ നിര അന്ന് നമ്മളെ സംബന്ധിച്ചപ്പോൾ അജയ് കുടുവ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ കാലം മാറി. ഇപ്പോഴും ഈ ഓൺ ഫീൽഡിൽ നമ്മൾ അമ്പയറായി നിൽക്കുന്ന സമയത്ത് ചില ബോളുകളൊക്കെ ബോളർമാർ അനാവശ്യമായി എറിയുക, അല്ലെങ്കിൽ ആ സമയത്ത് വേണ്ടാത്ത രീതിയിൽ എറിയുമ്പോൾ ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ടോ? ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് എന്റെ കളി എന്ന് നിർത്തിയോ ആ കളിയുടെ ആ പ്ലെയർ തീർന്നു. പ്ലെയറിന്റെ കാലാവധി ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്, അത് തീർന്നു. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പൊ എന്റെ അടുത്തൊരു ജോലിയാണ്. ഞാൻ ഇന്ന് എന്ത് ചെയ്യണം, ഇപ്പൊ അടുത്ത് ഞാൻ ആലോചിക്കണം ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, ഇന്ന് അമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിൽ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇതല്ലാണ്ട് നമ്മൾ ബാക്കിലോട്ട് ചിന്തിക്കണത് വേറൊന്നുമല്ല, നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിന് മാത്രം. എന്നെ കൊണ്ട് എന്തൊക്കെയാണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക, എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, കഴിഞ്ഞ മാച്ചിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്, അത് ഇന്ന് ചെയ്യാൻ പറ്റും. ഇന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, പക്ഷെ അത് അടുത്ത മാച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഇമ്പ്രൂവ്മെന്റിൽ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിലാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു നിമിഷം എനിക്ക് അമ്പയർ ചെയ്യണം. ഈ അമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും ബെസ്റ്റ് എന്ത് കൊടുക്കാൻ പറ്റുമോ അതിനെ ഉപരി ഞാൻ വേറെ ഒന്നും ചിന്തിക്കാറില്ല. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ശ്രീ കെ അനന്തപത്മനാഭന്റെ
56-ാം പിറന്നാളാണ്. താങ്ക് യു. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ വക. Thank you. ഒരു പ്രത്യേക ദിവസത്തിലാണ് നമുക്കൊപ്പം ചേർന്നത്. വലിയ അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗ്രൗണ്ടിൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്നു ഇന്ത്യൻ കുപ്പായത്തിൽ ശ്രീ കെ എൻ അനന്തപത്മനാഭനെ. പക്ഷേ അതിന് കാലങ്ങൾ കടന്നുപോയപ്പോൾ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം അദ്ദേഹത്തിന് വിടാൻ സാധിച്ചില്ല. അമ്പയറുടെ കുപ്പായത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ ഇന്നും പറയും, ദേ അത് നമ്മുടെ കെ എൻ അനന്തപത്മനാഭൻ, നമ്മുടെ സ്വന്തം അനന്തപത്മനാഭൻ എന്ന് പറയും. വലിയ സന്തോഷമുള്ള നിമിഷം. എന്തായാലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ വളരെ നന്ദി. ഷാനിൻ ചെട്ടികുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.